വണക്കം, നമസ്കാരം, ഹായ് എവ്രി വൺ. കുറെ ദിവസമായാലും എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇട്ടിട്ട് ഞാൻ സംസാരിക്കുന്ന വീഡിയോ ഇട്ടിട്ട് അപ്പൊ ഇന്ന് വിചാരിച്ചു എന്ത് ടോപ്പിക്കാ ഇടാന്നുള്ളത്. നിങ്ങളൊക്കെ ചെറുപ്പത്തില് ഈ ഒരു അഡ്വർടൈസ്മെന്റ് ഓർമ്മ വരുന്നുണ്ടോ നിങ്ങൾക്ക്? ഐ ആം എ കോംപ്ലാൻ ബോയ്, ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. ഇതൊക്കെ നമ്മുടെ ഒരു 90s കേട്ടിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് അല്ലേ? അപ്പൊ അതൊക്കെ കണ്ടിട്ടേ ഉള്ളൂ ഞാൻ കേട്ടോ. എന്റെ ചെറുപ്പത്തിലൊന്നും ഞങ്ങൾക്ക് ബൂസ്റ്റോ കോംപ്ലാനോ ഒന്നും മേടിക്കാനുള്ള അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നില്ല. പിന്നെ നമ്മൾ വലുതായപ്പോഴത്തേന് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾക്ക് അത് കൊടുക്കാൻ നമുക്ക് തോന്നിയില്ലേ? നമ്മൾ ഈ സ്റ്റോർ ബോട്ട് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇപ്പം ഹെൽത്തി അല്ല, ഒരുപാട് ഷുഗർ കണ്ടന്റ് ഉണ്ട്. ഹെൽത്തി സൈഡുള്ള കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മൾ കൊടുക്കുക? അവർ പാലായിട്ട് കുടിക്കില്ല. അവർക്ക് എന്തെങ്കിലും മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കുള്ളൂ. ഇത് നിങ്ങൾ കുട്ടികളും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവും എനിക്ക് തോന്നുന്നു കേട്ടോ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഷുഗർ കണ്ടന്റ് വളരെ കുറച്ച് പ്രോട്ടീൻ കൂടിയിട്ട് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് മിക്സ്. ഈ ഒരു ഡ്രിങ്ക് മിക്സ് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മളെ പോലെ 40s കിടക്കുന്ന വുമനും അതേപോലെ തന്നെ എന്താ പറയാ കുറച്ച് എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്കും ആർക്ക് വേണമെങ്കിലും ഈ ഒരു ഡ്രിങ്ക് മിക്സ് നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ അത് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. ഒരു പക്ഷെ എന്നെ പോലെ കോംപ്ലാനും ബൂസ്റ്റൊന്നും ചെറുപ്പത്തിൽ കുടിക്കാൻ പറ്റാത്തവർക്ക് ഒരു പക്ഷെ അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാലോ അല്ലേ? ചലോ ബൈ, താങ്ക് യു. നമ്മുടെ ഹെൽത്ത് ഡ്രിങ്ക് മിക്സിലോട്ട് നമുക്ക് ഡിഫറെൻറ്റ് നട്ട്സും സീഡ്സും ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഞാനിവിടെ ആൽമണ്ട്സ്, കാഷ്യൂ നട്ട്സ്, ലോട്ടസ് സീഡ്സ് ആൻഡ് വാൾനട്ട്സ് ഇതെല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യാണ്. പിന്നെ നമ്മുടെ മിക്സ്ഡ് സീഡ്സ് ഉണ്ടല്ലോ, സൺഫ്ലവർ സീഡ്സ്, പംകിൻ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം കൂടെ നമുക്ക് കുറച്ച് ഓട്സും ഇടാം. ഒരു 1/2 കപ്പ് ടു 1 കപ്പ് നമുക്ക് ഓട്സ് ഇടാം. അതിനുശേഷം ഇതെല്ലാം റോസ്റ്റ് ചെയ്തിട്ടൊന്ന് കൂളാക്കാൻ വെക്കാം. അതിനുശേഷം പിന്നെ നമ്മുടെ മിക്സിയിലോട്ട് പൾസ് ചെയ്തിട്ട് വേണം നമുക്കത് ഗ്രൈൻഡ് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് പിന്നെ ഓയിൽ റിലീസ് ചെയ്യും. അത് നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ സീവ് ചെയ്യണം കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം എടുക്കും സീവ് ചെയ്യാനായിട്ട്. പക്ഷെ അത് സീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള പൗഡർ നമുക്ക് കിട്ടും. അതിലോട്ട് നമുക്ക് 2 to 3 ടേബിൾ സ്പൂൺസ് കൊക്കോ ഇടാം. നമുക്ക് വേണ്ട അനുസരിച്ചിട്ട് കൊക്കോ ഇടാം. പിന്നെ നമുക്ക് അതിലോട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം സാഫ്രനും ഇടാം കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾക്ക് കുടിക്കുന്ന നേരത്ത് ഇതർ ഷുഗർ ഇടാം അല്ലെങ്കിൽ ജാഗറി പൗഡർ ഇടാം. രണ്ടും ഉപയോഗിച്ച് കഴിഞ്ഞാലും ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ ഒരു ഗ്ലാസ് പാലിലോട്ട് ഒരു 2 ടീസ്പൂൺ നമ്മുടെ പൗഡർ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് യു ക്യാൻ ജസ്റ്റ് എൻജോയ് ദിസ് ഡ്രിങ്ക്. താങ്ക് യു.